ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആൽബിൻ മൈക്കിൾ, ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. നമ്മൾ പലപ്പോഴും പലയിടത്തും സോഷ്യൽ മീഡിയക്കകത്ത് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തു, ക്ലെയിം കിട്ടിയില്ല, ക്ലെയിം റിജക്ഷൻ വന്നതായിരിക്കും പലരും സോഷ്യൽ മീഡിയക്കകത്ത് പങ്കുവയ്ക്കുന്നതും ഷെയർ ചെയ്ത് പോകുന്നതുമെല്ലാം. പക്ഷേ നമുക്ക് ക്ലെയിം കിട്ടിയ കാര്യം ആരും ഒരിടത്തും പറയാറുമില്ല. പക്ഷേ നമുക്ക് അതിന് വിപരീതമായിട്ട് നമുക്ക് എൻ്റെ നിന്ന് ഇൻഷുറൻസ് എടുത്തതാണ്, നമുക്ക് ക്ലെയിം കിട്ടിയ എൻ്റെ ഒരു കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കേൾക്കാം. മോനെ, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? പിന്നെ എന്താ പറയാ, ഒരുപാട് നന്ദി. അതിക്കൊള്ളൊന്നും പറയാനില്ല. ശരിക്ക് മനസ്സിൽ തട്ടിത്തന്നെ നന്ദി പറയുന്നു, എൻ്റെ മാത്രമല്ല എൻ്റെ ഫാമിലിയുടെ. കാരണം ഞാൻ ശരിക്കും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് പപ്പാജിക്ക് ഈ ഒരു ഹോസ്പിറ്റൽ കേസ് എല്ലാം വന്നത്. എന്ത് ചെയ്യണം എന്ന് ശരിക്കും എല്ലാവരും ഒന്ന് സ്റ്റക്കായി പോകുന്ന സമയത്ത് ഞാൻ നിങ്ങൾ തന്ന ഒരു ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം എനിക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടി വന്നുള്ളൂ, അതും ഏജിന്റെ ഒരു വിഷയം കൊണ്ട് മാത്രം. എന്നിരുന്നാലും നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടി, ഇൻഷുറൻസ് കവറേജ് കിട്ടി എൻ്റെ ഫാമിലിയിൽ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെക്കാട്ടിലും ഒരു വലിയൊരു ഫീഡ്ബാക്ക് പറയാനുള്ളത്, അത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി നിങ്ങൾ അറിയിച്ച സമയം തൊട്ട് നിങ്ങളുടെ ടീംസ്, മോൻ ഉൾപ്പെടുന്ന നിങ്ങളുടെ സാറുമാർ ഉൾപ്പെടുന്ന എല്ലാവരും വിളിച്ച് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ എനിക്ക് അപ്ഡേറ്റ് തരുന്നുണ്ടായിരുന്നു. അതായത് കൂടെ നിന്ന് ചെയ്യുന്ന, ശരിക്ക് എന്താ പറയാ, നമ്മള് കൂട്ടുകാരൊക്കെ നിൽക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. എനിവേ, വെരി താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട് ആൻഡ് കെയർ, എസ്പെഷ്യലി യു ആൻഡ് യുവർ ഇൻഷുറൻസ് കമ്പനി. ഗോഡ് ബ്ലെസ് ഓൾ. എല്ലാവരും ഈ ഓഡിയോ കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോളിസി എടുക്കുക. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.